ന്യായാധിപന്മാർ 9-ാം അധ്യായം 1 മുതൽ 57 വരെയുള്ള തിരുവചനങ്ങൾ. അനന്തരം യെരുബ്ബാലിൻ്റെ മകനായ അബീമേലെക്ക് ശെഖേമിൽ തൻ്റെ അമ്മയുടെ സഹോദരന്മാരുടെ അടുക്കൽ ചെന്ന് അവരോടും തൻ്റെ അമ്മയുടെ പിതൃഭവനമായ സർവ്വകുടുംബത്തോടും പറഞ്ഞത്: യെരുബ്ബാലിൻ്റെ 70 പുത്രന്മാർ എല്ലാവരും ചേർന്നോ ഒരുത്തൻ തന്നെയോ നിങ്ങളെ ഭരിക്കുന്നത്? ഏതാകുന്നു നിങ്ങൾക്ക് നല്ലത്? ഞാൻ നിങ്ങളുടെ അസ്ഥിയും മാംസവുമാകുന്നു എന്നോർത്തുകൊള്ളുവീൻ എന്ന് ശെഖേമിലെ സകല പൗരന്മാരോടും പറവീൻ. അങ്ങനെ അവൻ്റെ അമ്മയുടെ സഹോദരന്മാർ ശെഖേമിലെ സകല പൗരന്മാരോടും ഈ വാക്കുകളൊക്കെയും അവനു വേണ്ടി സംസാരിച്ചപ്പോൾ അവരുടെ ഹൃദയം അബീമേലെക്കിന് അനുകൂലമായി തിരിഞ്ഞു. അവൻ നമ്മുടെ സഹോദരനല്ലോ എന്നവർ പറഞ്ഞു. പിന്നെ അവർ ബാൽ-ബെരീത്തിൻ്റെ ക്ഷേത്രത്തിൽ നിന്ന് 70 വെള്ളിക്കാശെടുത്ത് അവന് കൊടുത്തു. അതുകൊണ്ട് അബീമേലെക്ക് കലഹക്കാരും ബുദ്ധിശൂന്യരുമായ ആളുകളെ കൂലിക്ക് വാങ്ങി അവർക്ക് നായകനായി തീർന്നു. പിന്നെ അവൻ ഒഫ്രയിൽ തൻ്റെ അപ്പൻ്റെ വീട്ടിൽ ചെന്ന് യെരുബ്ബാലിൻ്റെ പുത്രന്മാരായി തൻ്റെ സഹോദരന്മാരായ 70 പേരെയും ഒരു കല്ലിന്മേൽ വെച്ച് കൊന്നു. എന്നാൽ യെരുബ്ബാലിൻ്റെ ഇളയ മകനായ യോഥാം ഒളിവിൽ പോയതുകൊണ്ട് അവൻ മാത്രം ശേഷിച്ചു. അതിനുശേഷം ശെഖേമിലെയും ബേത്മില്ലോവിനെയും സകല പൗരന്മാരും ഒരുമിച്ചുകൂടി ശെഖേമിലെ തൂണിനരികെ കരുവേലകത്തിനടുത്ത് വെച്ച് അബീമേലെക്കിനെ രാജാവാക്കി. ഇതിനെക്കുറിച്ച് യോഥാം അറിഞ്ഞപ്പോൾ അവൻ ഗെരിസീം മലമുകളിൽ ചെന്ന് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞതെന്തെന്നാൽ: ശെഖേം പൗരന്മാരെ, ദൈവം നിങ്ങൾക്ക് ചെവി തരേണ്ടതിന് നിങ്ങൾ എൻ്റെ വാക്ക് ശ്രദ്ധിപ്പീൻ. ഒരിക്കൽ വൃക്ഷങ്ങൾ തങ്ങൾക്കൊരു രാജാവിനെ അഭിഷേകം ചെയ്യുവാൻ പോയി. അവ ഒലിവ് വൃക്ഷത്തോട്: നീ ഞങ്ങൾക്ക് രാജാവായിരിക്ക എന്ന് പറഞ്ഞു. അതിന് ഒലിവ് വൃക്ഷം: ദൈവവും മനുഷ്യരും എന്നെ പുകഴ്ത്തുവാൻ ഹേതുവായിരിക്കുന്ന എൻ്റെ തൈലം ഉപേക്ഷിച്ച് ഞാൻ വൃക്ഷങ്ങളുടെ മേൽ ആടുവാൻ പോകുമോ എന്ന് പറഞ്ഞു. പിന്നെ വൃക്ഷങ്ങൾ അത്തിവൃക്ഷത്തോട്: നീ വന്ന് ഞങ്ങൾക്ക് രാജാവായിരിക്ക എന്ന് പറഞ്ഞു. അതിന് അത്തിവൃക്ഷം: എൻ്റെ മധുരമുള്ള വിശേഷപ്പെട്ട പഴവും ഉപേക്ഷിച്ച് വൃക്ഷങ്ങളുടെ മേൽ ആടുവാൻ ഞാൻ പോകുമോ എന്ന് പറഞ്ഞു. പിന്നെ വൃക്ഷങ്ങൾ മുന്തിരിവള്ളിയോട്: നീ വന്ന് ഞങ്ങൾക്ക് രാജാവായിരിക്ക എന്ന് പറഞ്ഞു. മുന്തിരിവള്ളി അവയോട്: ദൈവത്തെയും മനുഷ്യനെയും ആനന്ദിപ്പിക്കുന്ന എൻ്റെ മുന്തിരിരസം ഞാൻ ഉപേക്ഷിച്ച് വൃക്ഷങ്ങളുടെ മേൽ ആടുവാൻ പോകുമോ എന്ന് പറഞ്ഞു. പിന്നെ വൃക്ഷങ്ങളെല്ലാം കൂടെ മുൾപടർപ്പിനോട്: നീ വന്ന് ഞങ്ങൾക്ക് രാജാവായിരിക്ക എന്ന് പറഞ്ഞു. മുൾപടർപ്പ് വൃക്ഷങ്ങളോട്: നിങ്ങൾ യഥാർത്ഥമായി എന്നെ നിങ്ങൾക്ക് രാജാവായി അഭിഷേകം ചെയ്യുന്നുവെങ്കിൽ വന്ന് എൻ്റെ നിഴലിൽ ആശ്രയിപ്പീൻ. അല്ലെങ്കിൽ മുൾപടർപ്പിൽ നിന്ന് തീ പുറപ്പെട്ട് ലെബാനോനിലെ ദേവദാരുക്കളെ ദഹിപ്പിക്കട്ടെ എന്ന് പറഞ്ഞു. നിങ്ങളിപ്പോൾ അബീമേലെക്കിനെ രാജാവാക്കിയത് വിശ്വസ്തമായും പരമാർത്ഥമായുമായിരുന്നു. നിങ്ങൾ യെരുബ്ബാബേലിനോടും അവൻ്റെ കുടുംബത്തോടും നന്മയാണോ ചെയ്തത്? അവൻ അർഹിക്കുന്നതിന് തക്കവണ്ണമോ നിങ്ങൾ അവനോട് പ്രവർത്തിച്ചിട്ടുള്ളത്? എൻ്റെ അപ്പൻ തൻ്റെ ജീവനെ ഗണ്യമാക്കാതെ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തത് മിദ്യാൻ്റെ കയ്യിൽ നിന്ന് നിങ്ങളെ രക്ഷിച്ചിരിക്കെ, നിങ്ങൾ ഇന്ന് എൻ്റെ അപ്പൻ്റെ ഗൃഹത്തിന് വിരോധമായി എഴുന്നേറ്റ് അവൻ്റെ പുത്രന്മാരായ 70 പേരെയും ഒരു കല്ലിന്മേൽ വെച്ച് കൊല്ലുകയും അവൻ്റെ ദാസിയുടെ മകനായ അബീമേലെക്ക് നിങ്ങളുടെ സഹോദരനായിരിക്കൊണ്ട് അവനെ ശെഖേം പൗരന്മാർക്ക് രാജാവാക്കുകയും ചെയ്തുവല്ലോ. ഇങ്ങനെ നിങ്ങൾ ഇന്ന് യെരുബ്ബാലിനോടും അവൻ്റെ കുടുംബത്തോടും ചെയ്തത് വിശ്വസ്തതയും പരമാർത്ഥതയുമാണെങ്കിൽ നിങ്ങൾ അബീമേലെക്കിലും അവൻ നിങ്ങളിലും സന്തോഷിക്കട്ടെ. അല്ലെങ്കിൽ അബീമേലെക്കിൽ നിന്ന് തീ പുറപ്പെട്ട് ശെഖേമിലെയും ബേത്മില്ലോവിലെയും പൗരന്മാരെയും നിങ്ങളിൽ നിന്ന് തീ പുറപ്പെട്ട് അവനെയും ദഹിപ്പിക്കട്ടെ. ഇങ്ങനെ പറഞ്ഞിട്ട് യോഥാം ഓടിപ്പോയി ബേരിലേക്ക് ചെന്ന് തൻ്റെ സഹോദരനായ അബീമേലെക്കിനെ പേടിച്ചവിടെ പാർത്തു. അബീമേലെക്ക് ഇസ്രായേലിനെ 3 വർഷം ഭരിച്ച ശേഷം ദൈവം അബീമേലെക്കിനും ശെഖേം പൗരന്മാർക്കും തമ്മിൽ ഭിന്നത വരുത്തി. ശെഖേം പൗരന്മാർ അബീമേലെക്കിനോട് വിശ്വാസവഞ്ചന കാണിക്കാൻ തുടങ്ങി. അങ്ങനെ യെരുബ്ബാലിൻ്റെ 70 പുത്രന്മാരോടും ചെയ്ത കുറ്റത്തിന് പ്രതികാരം വരികയും അതിൻ്റെ ഫലം അവരെ കൊന്നവരായ അവൻ്റെ സഹോദരൻ അബീമേലെക്കും അതിനവനെ സഹായിച്ച ശെഖേം പൗരന്മാരും അനുഭവിക്കുകയും ചെയ്തു. ശെഖേം പൗരന്മാർ മലമുകളിൽ അവന് വിരോധമായി പതിയിരിപ്പുകാരെ ആക്കി. അവർ തങ്ങളുടെ സമീപത്തുകൂടി വഴിപോകുന്ന എല്ലാവരെയും കവർച്ച ചെയ്തു. ഇതിനെക്കുറിച്ച് അബീമേലെക്കിന് അറിവ് കിട്ടി. അപ്പോൾ ഏബെദിൻ്റെ മകനായ ഗാലും അവൻ്റെ സഹോദരന്മാരും ശെഖേമിലേക്ക് വന്നു. ശെഖേം പൗരന്മാർ അവനെ വിശ്വസിച്ചു. അവർ വയലിൽ ചെന്ന് തങ്ങളുടെ മുന്തിരിത്തോട്ടങ്ങളിലെ കുല അറുത്ത് ആഘോഷിച്ചു. തങ്ങളുടെ ദേവൻ്റെ ക്ഷേത്രത്തിൽ ചെന്ന് തിന്നു കുടിച്ച് അബീമേലെക്കിനെ ശപിച്ചു. ഏബേദിൻ്റെ മകനായ ഗാൽ പറഞ്ഞത്: അബീമേലെക്കിനെ നാം സേവിക്കേണ്ടതിന് അവനാർ?
ശേഖേം ആര്? അവൻ യെരുബ്ബാലിൻ്റെ മകനും സെബൂൽ അവൻ്റെ കാര്യസ്ഥനുമല്ലയോ? നാം അവനെ സേവിക്കുന്നത് എന്തിന്? ശേഖേമിൻ്റെ അപ്പനായ ഹാമോരിൻ്റെ ആളുകളെ സേവിക്കാം. ഈ ജനം എൻ്റെ കൈക്കീഴായിരുന്നെങ്കിൽ ഞാൻ അബീമേലെക്കിനെ നീക്കിക്കളയുമായിരുന്നു. പിന്നെ അവൻ അബീമേലെക്കിനോട്, നിന്റെ സൈന്യത്തെ വർദ്ധിപ്പിച്ച് പുറപ്പെട്ടു വരിക എന്ന് പറഞ്ഞു. ഏബേദിൻ്റെ മകനായ ഗാലിൻ്റെ വാക്കുകൾ നഗരാധിപനായ സെബൂൽ കേട്ടപ്പോൾ അവൻ്റെ കോപം ജ്വലിച്ചു. അവൻ രഹസ്യമായി അബീമേലെക്കിൻ്റെ അടുക്കൽ ദൂതന്മാരെ അയച്ച്, ഇതാ ഏബേദിൻ്റെ മകനായ ഗാലും അവൻ്റെ സഹോദരന്മാരും ശേഖേമിൽ വന്നിരിക്കുന്നു. അവർ പട്ടണത്തെ നിനക്കെതിരായി ബലപ്പെടുത്തുന്നു. ആകയാൽ നീയും നിന്നോട് കൂടെയുള്ള ജനവും രാത്രിയിൽ പുറപ്പെട്ട് വയലിൽ പതിയിരിപ്പീൻ. രാവിലെ സൂര്യൻ ഉദിക്കുമ്പോൾ എഴുന്നേറ്റ് പട്ടണത്തെ ആക്രമിക്കുക. എന്നാൽ അവനും കൂടെയുള്ള ജനവും നിന്റെ നേരെ പുറപ്പെടുമ്പോൾ തക്കം പോലെ അവരോട് പ്രവർത്തിക്കാം എന്ന് പറയിച്ചു. അങ്ങനെ അബീമേലെക്കും കൂടെയുള്ള ജനമൊക്കെയും രാത്രിയിൽ പുറപ്പെട്ട് ശേഖേമിനരികെ 4 കൂട്ടമായി പതിയിരുന്നു. ഏബേദിൻ്റെ മകൻ ഗാൽ പുറപ്പെട്ട് പട്ടണവാതിൽക്കൽ നിന്നപ്പോൾ അബീമേലെക്കും കൂടെയുള്ള ജനവും പതിയിരിപ്പിൽ നിന്ന് എഴുന്നേറ്റു. ഗാൽ ജനത്തെ കണ്ടപ്പോൾ, അതാ പർവ്വതങ്ങളുടെ മുകളിൽ നിന്ന് ജനങ്ങൾ ഇറങ്ങി വരുന്നുവെന്ന് സെബൂലിനോട് പറഞ്ഞു. സെബൂൽ അവനോട്, പർവ്വതങ്ങളുടെ നിഴൽ കണ്ടിട്ട് മനുഷ്യരെന്ന് നിനക്ക് തോന്നുന്നതാകുന്നുവെന്ന് പറഞ്ഞു. ഗാൽ പിന്നെയും, അതാ ജനം ദേശമധ്യേ ഇറങ്ങി വരുന്നു. മറ്റൊരു കൂട്ടം ലക്ഷണവിദ്യക്കാരുടെ കരുവേലകത്തിൻ്റെ സമീപത്തുകൂടി വരുന്നു എന്ന് പറഞ്ഞു. സെബൂൽ അവനോട്, നാം അബീമേലെക്കിനെ സേവിക്കേണ്ടതിന് അവൻ ആരെന്ന് പറഞ്ഞ നിന്റെ വായ് ഇപ്പോൾ എവിടെ? അത് നീ പുച്ഛിച്ച ജനമല്ലയോ? ഇപ്പോൾ പുറപ്പെട്ടവരോട് പൊരുതുക എന്ന് പറഞ്ഞു. അങ്ങനെ ഗാൽ ശേഖേം പൗരന്മാരെ നയിച്ച് അബീമേലെക്കിനോട് പടവെട്ടി. അബീമേലെക്കിൻ്റെ മുമ്പിൽ അവൻ തോറ്റോടി. അവൻ അവനെ പിന്തുടർന്നു. പടിവാതിൽക്കൽ വരെ അനേകർ മുറിവേറ്റ് വീണു. അബീമേലെക്ക് അരൂമയിൽ താമസിച്ചു. സെബൂൽ ഗാലിനെയും സഹോദരന്മാരെയും ശേഖേമിൽ പാർപ്പാൻ അനുവദിക്കാതെ അവരെ നീക്കിക്കളഞ്ഞു. പിറ്റേന്നാൾ ജനം വയലിലേക്ക് പുറപ്പെട്ടു. അബീമേലെക്കിന് അതിനെക്കുറിച്ച് അറിവ് കിട്ടിയപ്പോൾ അവൻ തൻ്റെ ജനത്തെ കൂട്ടി 3 ഭാഗിച്ചു വയലിൽ പതിയിരുന്നു. പട്ടണത്തിൽ നിന്ന് ജനം പുറപ്പെട്ടു വരുന്നത് കണ്ട് അവരുടെ നേരെ ചെന്ന് അവരെ ആക്രമിച്ചു. പിന്നെ അബീമേലെക്കും കൂടെയുള്ള കൂട്ടവും പാഞ്ഞു ചെന്ന് പട്ടണവാതിൽക്കൽ നിന്നു. മറ്റേ കൂട്ടം 2 വയലിലുള്ള സകല ജനത്തിൻ്റെയും നേരെ പാഞ്ഞു ചെന്ന് അവരെ സംഹരിച്ചു. അബീമേലെക്ക് ആ ദിവസം മുഴുവനും പട്ടണത്തോട് പടവെട്ടി പട്ടണം പിടിച്ച് അതിലെ ജനത്തെ കൊന്നു. പട്ടണത്തെ ഇടിച്ചു കളഞ്ഞു, അതിൽ ഉപ്പ് വിതറി. ശേഖേം ഗോപുര നിവാസികൾ എല്ലാവരും ഇത് കേട്ടപ്പോൾ എൻബേരീത്തിൻ്റെ ക്ഷേത്രമണ്ഡപത്തിൽ കടന്നു. ഗോപുര നിവാസികൾ എല്ലാവരും ഒന്നിച്ചുകൂടിയിരുന്നു എന്ന് അബീമേലെക്കിന് അറിവ് കിട്ടി. അബീമേലെക്കും കൂടെയുള്ള ജനമൊക്കെയും സൽമോൻ മലയിൽ കയറി. അബീമേലെക്ക് കോടാലിയെടുത്ത് ഒരു മരക്കൊമ്പ് വെട്ടി ചുമലിൽ വെച്ചു തൻ്റെ ജനത്തോട്, ഞാൻ ചെയ്തത് നോക്കി നിങ്ങളും വേഗം അതുപോലെ ചെയ്യുവീൻ എന്ന് പറഞ്ഞു. ജനമെല്ലാം അതുപോലെ ഓരോരുത്തൻ ഓരോ കൊമ്പ് വെട്ടി അബീമേലെക്കിൻ്റെ പിന്നാലെ ചെന്ന് മണ്ഡപത്തിനരികെ ഇട്ട് തീ കൊടുത്തു. മണ്ഡപത്തോടു കൂടെ അവരെ ചുട്ടുകളഞ്ഞു. അങ്ങനെ ശേഖേം ഗോപുര നിവാസികളൊക്കെയും പുരുഷന്മാരും സ്ത്രീകളുമായി ഏകദേശം 1000 പേർ മരിച്ചുപോയി. അനന്തരം അബീമേലെക്ക് തേബേസിലേക്ക് ചെന്ന് തേബേസിന് വിരോധമായി പാളയമിറങ്ങി അതിനെ പിടിച്ചു. പട്ടണത്തിനകത്ത് ഉറപ്പുള്ളൊരു ഗോപുരമുണ്ടായിരുന്നു. അവിടേക്ക് സകല പുരുഷന്മാരും സ്ത്രീകളും പട്ടണത്തിലുള്ളവർ ഒക്കെയും ഓടിക്കടന്ന് വാതിലടച്ച് ഗോപുരത്തിൻ്റെ മുകളിൽ കയറി. അബീമേലെക്ക് ഗോപുരത്തിനകരെ എത്തി അതിനെ ആക്രമിച്ചു. അതിന് തീ കൊടുത്ത് ചുട്ടുകളയേണ്ടതിന് ഗോപുരവാതിലിനടുത്ത് ചെന്നു. അപ്പോൾ ഒരു സ്ത്രീ തിരികല്ലിൻ്റെ പിള്ള അബീമേലെക്കിൻ്റെ തലയിൽ ഇട്ട് അവൻ്റെ തലയോട് തകർത്ത് കളഞ്ഞു. ഉടനെ അവൻ തൻ്റെ ആയുധവാഹകനായ ബാല്യക്കാരനെ വിളിച്ച്, ഒരു സ്ത്രീ എന്നെ കൊന്നു എന്ന് പറയാതിരിക്കേണ്ടതിന് നിന്റെ വാളൂരി എന്നെ കൊല്ലുക എന്നവനോട് പറഞ്ഞു. അവൻ്റെ ബാല്യക്കാരൻ അവനെ കുത്തി. അങ്ങനെ അവൻ മരിച്ചു. അബീമേലെക്ക് മരിച്ചുപോയി എന്ന് കണ്ടപ്പോൾ ഇസ്രായേല്യർ താന്താങ്ങളുടെ സ്ഥലത്തേക്ക് മടങ്ങിപ്പോയി. അബീമേലെക്ക് തൻ്റെ 70 സഹോദരന്മാരെ കൊന്നതിനാൽ തൻ്റെ അപ്പനോട് ചെയ്ത ദുഷ്ടതയ്ക്ക് ദൈവം അവന് ഇങ്ങനെ പകരം നൽകി. ശേഖേം നിവാസികളുടെ സകല ദുഷ്ടതയ്ക്കുമുള്ള അനുഭവം ദൈവം അവർക്ക് തിരികെ നൽകി. അങ്ങനെ യെരുബ്ബാലിൻ്റെ മകനായ യോഥാമിൻ്റെ ശാപം അവരുടെ മേൽ വന്നു. ആമേൻ.